ഇന്നലെ കസ്റ്റംസ് വാഹനം പലരുടെയും പിടിച്ചെടുത്ത് പരിശോധിക്കുകയുണ്ടായി. അതിൽ നടൻ അമിത് ചക്കാലക്കലിൻ്റെ അടക്കം വാഹനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നിരവധി വാഹനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് എന്നൊക്കെയായിരുന്നു കസ്റ്റംസ് പറഞ്ഞിരുന്നത്. ഇതിലെ ഒരു ക്ലാരിഫിക്കേഷൻ അദ്ദേഹത്തോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. അമിത് ചക്കാലക്കൽ ഈ നിമിഷം കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. താങ്കളുടെ ഒട്ടേറെ വാഹനങ്ങളുണ്ട്, 5-8 വാഹനങ്ങളുണ്ടായിരുന്നു. അത് പലതും സംശയം എന്നൊക്കെ രീതിയിലൊക്കെയാണ് വിവരങ്ങൾ വന്നത്. എന്താണ് വസ്തുത, എന്താണ് യാഥാർത്ഥ്യം? ഇതിൽ യഥാർത്ഥ സത്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു വെഹിക്കിളാണ് ഉള്ളത്, ആ ഒരു ലാൻഡ് ക്രൂസറാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഞാൻ പണി ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ തന്നെ ഒരു 6ഓളം വാഹനങ്ങൾ എൻ്റെ കെയർ ഓഫിലൂടെ പണിയാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആറോളം വാഹനങ്ങൾ എൻ്റെ അല്ല, അത് പല ആൾക്കാരുടെ വാഹനങ്ങളാണ്. അതിൻ്റെ എല്ലാം ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ തന്നെയാണ്, ഓണേഴ്സ് തന്നെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ എൻ്റെ ഒറ്റ വാഹനമുള്ളൂ. പക്ഷേ അതിലൊരു ഫോൾസ് ന്യൂസ് വന്നത് എൻ്റെ 6 വാഹനങ്ങളൊന്നുമല്ല. പിന്നെ ഇപ്പോൾ ഇവിടെ കിടക്കുന്ന പ്രാഡോ ആണെങ്കിലും അത് ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് എടുത്ത വാഹനമാണ്, അതിൻ്റെ ഇൻവോയ്സ് ഉള്ളതാണ്. ഈ വാഹനങ്ങളിൽ പോലും ഒരു ലാൻഡ് ക്രൂയിസർ ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് എടുത്താണ് അവർ 6 ലിസ്റ്റ് ചെയ്തേക്കുന്നത്. പ്രാഡോ ഷോറൂമിൽ നിന്ന് എടുത്ത വാഹനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഇൻവോയ്സും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇനി അവിടെ സബ്മിറ്റ് ചെയ്യണം. ഞാനല്ല, അതായത് ഓണേഴ്സ് സബ്മിറ്റ് ചെയ്യണം. എൻ്റെ കെയർ ഓഫ് എന്ന് പറഞ്ഞ ആ വർക്ക്ഷോപ്പിൽ വന്നതുകൊണ്ട് അവർ എൻ്റെ പേരിലാണ് ഈ വാഹനങ്ങളെല്ലാം എഴുതിയേക്കുന്നത്. പക്ഷെ ഇതിൻ്റെ എല്ലാ ഓണേഴ്സ് ഡിഫറെൻറ്റ് ആൾക്കാരാണ്, ഞാൻ അല്ല. ഇതിപ്പോൾ ഈ ലാൻഡ് ക്രൂയിസർ ശരിക്കും എവിടെ രജിസ്റ്റർ ചെയ്ത വാഹനമാണ്? ഇത് ആദ്യം ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തു, അത് കഴിഞ്ഞ് MP രജിസ്റ്റർ ചെയ്തു. 1999 രജിസ്റ്റർ ചെയ്താണ്. അപ്പോൾ ഇന്നലെ RTO വന്നപ്പോഴും ഇവിടെ വന്ന് അവർ രജിസ്ട്രേഷൻ ചെക്ക് ചെയ്തു, അതിൻ്റെ ജെനുവിനിറ്റി ചെക്ക് ചെയ്തു, ഷാസി നമ്പറിൻ്റെ ജെനുവിനിറ്റി ചെക്ക് ചെയ്തു, എൻജിൻ നമ്പറിൻ്റെ ജെനുവിനിറ്റി ചെക്ക് ചെയ്തു. അവർ കിടന്ന വാഹനങ്ങളെല്ലാം സർട്ടിഫൈ ചെയ്തിട്ടാണ് പോയത്. പക്ഷേ ഇനിയിപ്പോൾ അവർക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞൊരു വർഷമായിട്ട്, കാരണം അവർ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് ഞാൻ പറയാം. കഴിഞ്ഞൊരു വർഷമായിട്ട് പല വാഹനങ്ങൾ ഇവിടെ വന്ന് HP എല്ലാം പൈസ കൊടുത്ത് ഫേക്ക് രജിസ്ട്രേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഈ പറയുന്ന വാഹനങ്ങൾ ഫേക്ക് രജിസ്ട്രേഷൻ അല്ല എന്നുള്ളത് ഒന്ന് RTO ഇപ്പോൾ പോർട്ടലായിട്ട് അവർ ചെക്ക് ചെയ്തിട്ട് പോയി. 2, ഇനി നമ്മൾ അതിൻ്റെ എന്തെങ്കിലും ബാക്ക് ഡോക്യുമെൻറ്റ്സ്, അതായത് ഞാൻ വാങ്ങുന്നതിന് മുമ്പ് 6-7 ആൾക്കാർ ഓണേഴ്സ് മുകളിലുണ്ട്, അവരുടെ മുമ്പുള്ള RTO ഓഫീസിൽ പോയിട്ട് നമ്മൾ അതിൻ്റെ എന്തെങ്കിലും ബാക്ക് ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവന്നും കൂടി അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് മാത്രമാണ് നമുക്കുള്ള ഒരു ചുമതല ഇപ്പോൾ. പിന്നെ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഈ വാഹനം ഉപയോഗിക്കുന്നത് 5 വർഷമായിട്ടുണ്ട്. അതിന് മുമ്പത്തെ ഓണേഴ്സ് ഉപയോഗിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഒരു 10-15 വർഷം മുമ്പുള്ള സെയിൽ എഗ്രിമെൻറ്റ് വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ അവർക്കും അവരുടെ ഡൗട്ടും ജെനുവിനാണ്. കാര്യം ഇത്രയും വാഹനങ്ങൾ വന്നു, ഇതിൽ ഏതാണ് ഒറിജിനൽ ഏതാണെന്നുള്ളത് പിടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം പിടിച്ചെടുത്തിട്ടേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവർ പറയുന്നത് ഇങ്ങനെ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് കൊണ്ടുവന്ന കുറേ വാഹനങ്ങളുണ്ട്. ആ സംശയത്തിന്റെ പുറത്താണല്ലോ ഇതൊക്കെ അന്വേഷിക്കുന്നത്. ഇതിപ്പോൾ മധ്യപ്രദേശ് രജിസ്ട്രേഷനാണ്. അപ്പോൾ സ്വാഭാവികം ഉണ്ടാകുന്ന സംശയമാണ്. പക്ഷേ അമിത് വാങ്ങിയത് ആരുടെയെന്നാണ്, അതിന് മുമ്പത്തെ ഓണർ ആരാന്നൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് മാത്രമല്ല, അവരുടെ അതായത് ഓണേഴ്സിൻ്റെ ഈ ഓണേഴ്സ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അവരുടെ വാഹനങ്ങളുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. എൻ്റെ വാഹനത്തിൻ്റെ അവരവരുടെ ഓണേഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വർഷങ്ങൾ മുമ്പുള്ള പോസ്റ്റുകൾ ഉൾപ്പെടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഓണേഴ്സിൻ്റെ അടുത്തുള്ള ഹിസ്റ്ററി ഉണ്ട്. കാര്യം ഇതെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പല ആൾക്കാരായിട്ട് ഇതെൻ്റെ വണ്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ലിങ്ക് ചെയ്ത് ഞങ്ങൾ കോൺടാക്ട് ആയതാണ്. കാര്യം ഇതേ സെയിം റൈഡ് 2024 11 മാസം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇതിൻ്റെ വേണ്ടി എല്ലാം ചെക്ക് ചെയ്ത് നമ്മൾ ഇതേപോലെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുപോയി കൊടുത്താണ്. ഇപ്പോൾ ആ സമയം മുതൽ നമ്മൾ കുറച്ചും കൂടി കെയർഫുള്ളാണ്. അപ്പോൾ ഇപ്പോഴേക്കാണ് ഇത്രയും വണ്ടികൾ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കൂടിയപ്പോൾ അവർ ജെനുവിൻലി ഒന്ന് ചെക്ക് ചെയ്താണത്. അപ്പോൾ അതിൽ നമുക്ക് ഒരു വിഷമവും ഇല്ല. കാര്യം നമ്മളുടെ ആവശ്യമാണ് നല്ലത് ഏതാണ് റോങ് ഏതാണെന്നുള്ളത് തിരിച്ചറിയാന്നുള്ളത്. ഇപ്പോൾ ഇതിലെ കുറേ വാഹനങ്ങൾ ഇപ്പോൾ അമിത്തിൻ്റെ ഉടമസ്ഥയിലാണെന്ന് പറഞ്ഞിട്ട് കസ്റ്റംസിന് അങ്ങനെ ഒരു സംശയം വന്നെന്ന് പറഞ്ഞില്ലേ? അവർക്ക് സംശയം അല്ല, അപ്പോൾ അത് ഇങ്ങനെ ഇത്രയധികം വാഹനങ്ങൾ എന്താണ് അമിത്തിൻ്റെ അടുത്ത് വരാൻ കാരണം ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ ഇതൊരു ടൊയോട്ട ലാൻഡ് ക്രൂയിസർ വാങ്ങിച്ചപ്പോൾ ടൊയോട്ട ലാൻഡ് ക്രൂയിസർ കേരള എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, വാട്സാപ്പിൽ 10 ഓൾ ഇന്ത്യ ഒരു ഗ്രൂപ്പുണ്ട്. അതിലൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം വണ്ടി വാങ്ങുന്ന സമയത്തുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഇത് കഴിഞ്ഞ് ഇത്രയും സ്റ്റേജ്, അതായത് ഒരു 6 വർഷം കൊണ്ട് ഈ വണ്ടിക്ക് വന്ന വ്യത്യാസം, ഇതിൻ്റെ ഭംഗിയാക്കിയതും പല ടെക്നിക്കലി ഞാൻ മല കയറുന്നതും അത് കയറുന്നു ഇത് കയറുന്നൊക്കെ വീഡിയോസ് കണ്ടപ്പോൾ പല ആൾക്കാരും ഇതെങ്ങനെ ചെയ്തു, ഇതെങ്ങനെ ചെയ്യാൻ. അപ്പോൾ കഴിഞ്ഞൊരു വർഷമായിട്ട് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് എൻ്റെ മൂക്കോട് ഞാനാണെങ്കിൽ ഒരു വർഷമായിട്ട് ഷൂട്ടോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായില്ല. ഇവർ പല ആൾക്കാർ അവരവരുടെ വണ്ടികൾക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഗറാജ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അടുത്തുള്ള ഗറാജിലാണ് ഞാൻ ഐഡിയാസ് പറഞ്ഞു കൊടുക്കും, അവർ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം. ഇപ്പം ഈ സമയം ഇവിടെ വരുമ്പോൾ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. വർക്ക്ഷോപ്പുകാരനോട് ചോദിക്കുമ്പോൾ എൻ്റെ കെയർ ഓഫിൽ വന്ന വാഹനമാണ്, അവരെ ഓണേഴ്സിന് ആരും അവിടെ ഇല്ല. അപ്പോൾ അവർ ഉടനെ എഴുതിയത് അമിത്തിൻ്റെ കെയർ ഓഫിൽ ഇനി ഞാൻ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടി ഇട്ടേക്കാണെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിലും അങ്ങനെ ഡൗട്ട് അടിക്കുകയുള്ളൂ. പക്ഷേ ഇന്നലെ തന്നെ ഞാൻ അവർ ഓരോരുത്തരുടെ ഓണേഴ്സിൻ്റെ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. 6-7 മാസം മുമ്പ്, അതായത് കഴിഞ്ഞ നവംബറിൽ സെയിം പ്രശ്നം വന്നപ്പോൾ അന്ന് കൊടുത്തതാണ് ഈ ഇതിൽ ചില വണ്ടികളെല്ലാം.
അപ്പോൾ അന്നുള്ള ഡോക്യുമെൻസും അന്ന് നമ്മുടെ അഡ്വക്കേറ്റ് കൊടുത്തതും അവരുടെ അടുത്തുണ്ട്. ഇന്നിപ്പോൾ അത് കഴിഞ്ഞ് വന്ന 3-4 വണ്ടികളുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസും ഓണേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അല്ലെ, പലതരത്തിലുള്ള വിവരങ്ങൾ ഇങ്ങനെ വാർത്തകളെ പ്രചരിക്കും. ഇപ്പോൾ കുറേ ഇതിൻ്റെ കച്ചവടം ഉണ്ട്. അതറിയാനും കൂടിയാണ് ഞാൻ എൻ്റെ മെയിൻ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വർക്ക്സ്, അതായത് റീസ്റ്റോർ ചെയ്യുക എന്നുള്ളത്. അതായത് വണ്ടികൾ ചിലപ്പോൾ ഒരു 10-20 വർഷമാകുമ്പോൾ അതിൻ്റെ വയറിങ്, അതിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസ് അല്ല. അപ്പം എൻ്റെ വാഹനം ഞാൻ തന്നെ ഇരുന്ന് പണിതാണ്, ഞാൻ തന്നെ, എനിക്കിതൊരു ക്രൈസാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഉള്ള നോളജ് കൊണ്ട് ഞാൻ അവരുടെ വാഹനങ്ങളിൽ വയറിങ്ങും അതിൻ്റെ ഡീഗ്രേഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പല വർക്ക്ഷോപ്പിൽ ഇവർ കൊണ്ടുനടന്നിട്ട് ശരിയാവാത്ത സാധനമാണ് എൻ്റെ അടുത്ത് വന്നത്, ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്ന വണ്ടികളെല്ലാം ഇറ്റ്സ് ഫോർ ടെക്നിക്കൽ കൺസൾട്ടൻസിന് വന്നതാണ്, ഇതൊന്നും മറ്റേ കച്ചവടത്തിന് വന്നതല്ല ഇതൊന്നും. ഇപ്പോൾ അമിതിൻ്റെ കാര്യം ക്ലാരിഫൈ ചെയ്തു. ഇപ്പോൾ ഇതുപോലെ അമിതിൻ്റെ പോലെ തന്നെ മറ്റ് താരങ്ങളുടെ പേരൊക്കെ ഇന്നലെ വന്നു, ഇങ്ങനെ ദുൽഖർ സൽമാനും അവരുടെയൊക്കെ പേര് പറഞ്ഞു, പൃഥ്വിരാജ്. യഥാർത്ഥത്തിൽ അവർക്കും ഇതൊക്കെ തന്നെ ആയിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവും. ഇപ്പം എനിക്കറിയാവുന്ന ഒരു കാര്യം, ദുൽഖറിൻ്റെ കയ്യിലുള്ള ഡിഫൻഡർ വർഷങ്ങൾ മുമ്പ് ഇതിൻ്റെ പഴയ ഓണറിൻ്റെ തന്നെ കയ്യിലുണ്ടായിരുന്നത് അറിയാം. കാര്യം ഞാൻ ഈ വണ്ടി എനിക്ക് പ്രാന്തായതുകൊണ്ട് പല ആൾക്കാരുടെ അടുത്തും ഉള്ളതും ഇരുന്ന് ഈ പോസ്റ്റൊക്കെ ഫോളോ ചെയ്യുന്ന, അപ്പോൾ ഇതിൻ്റെയൊക്കെ പഴയ ഓണറിൻ്റെ അടുത്തൊക്കെ വർഷങ്ങൾ മുമ്പുള്ള വണ്ടിയാണെന്ന് എനിക്ക് ഉറപ്പാണ് ആ വണ്ടി. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ഡ്യൂട്ടിയാണ് ഇത് പോയി പ്രൂവ് ചെയ്യണം. ഇത് ഇപ്പം ഭൂട്ടാനിൽ നിന്ന് വന്ന വണ്ടിയല്ല, വർഷങ്ങളായിട്ട് ഇന്ത്യയിലുള്ളതെന്നുള്ളത് നമ്മൾ ഇനി ഇതിൻ്റെ പുറകെ നടന്ന് പ്രൂവ് ചെയ്യണം. പക്ഷേ ഒരു കണക്കിന് നല്ലതാണ്. ഇപ്പോൾ ഓഫീസേഴ്സിന് വേറെ എന്താ ചെയ്യാൻ പറ്റുക? ഓഫീസേഴ്സിന് ചെയ്യാൻ പറ്റുന്നത് അവർക്കും ഈ പറഞ്ഞ വണ്ടി മോശമാണോ കറക്റ്റാണോ പിടിക്കുക, നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക. ഐ ഡോണ്ട് സേ ദേ ആർ റോങ്, അവർ തെറ്റല്ല. പക്ഷേ നമ്മളുടെ ജെനുവിനിറ്റി നമ്മൾ പറയുന്നതൊന്ന് ആക്സെപ്റ്റ് ചെയ്താൽ മതി. അതായത് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ബാക്ക് ഡോക്യുമെൻ്റ് എടുക്കാൻ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ ഇതിൻ്റെ ഇത്ര വർഷമായിട്ട് പല ആൾക്കാർ യൂസ് ചെയ്തതിൻ്റെയൊക്കെ പ്രൂഫുകളുണ്ട്. അപ്പോൾ അതൊന്ന് ആക്സെപ്റ്റ് ചെയ്താൽ. ഇന്നലെ ഈ കസ്റ്റംസ് സെർച്ച് ചെയ്യാൻ വന്നപ്പോൾ എന്തോ അഡ്വക്കേറ്റുമായിട്ട് ഒരു ക്ലാഷ് ഉണ്ടായെന്നൊക്കെ പറഞ്ഞു. അതെന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ 11 മാസം മുമ്പ് റെയ്ഡ് വന്നപ്പോൾ അഡ്വക്കേറ്റാണ് ഇതിൻ്റെ ഒരു ഓണർ, ഗൾഫിലാണ് എൻ്റെ അവിടെ കിടന്ന വണ്ടിയുടെ. അപ്പോൾ ആ ഓണർ അഡ്വക്കേറ്റിനെ അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്യുമെൻറ്റ്സ് കൊണ്ടേ കൊടുക്കാനും സംസാരിക്കാനൊക്കെ. അപ്പോൾ അന്ന് മുതൽ ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് ഇതെല്ലാം ക്ലിയർ ചെയ്താണ്. വീണ്ടും റെയ്ഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ വിളിച്ചു പറഞ്ഞു, സാർ ഇന്നലെ വീട്ടിൽ റെയ്ഡ് എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ പുള്ളി വേഗം ഓടി വന്ന സമയം മറ്റേ ഓഫീസറോട് ചോദിച്ചു സെർച്ച് വാറണ്ട് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ സെർച്ച് വാറണ്ട് കാണുമെന്ന് പറഞ്ഞപ്പോഴേക്കും അതിൽ ഒരു ഓഫീസർ പറഞ്ഞു പുറത്തോട്ട് ഇറങ്ങി നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് അങ്ങനെ എന്താ പറയുക, സംസാരിക്കാൻ എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നിങ്ങൾ പ്ലീസ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. ആ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞപ്പോൾ അത് അഡ്വക്കേറ്റ് ഒഫൻഡായി. അപ്പോൾ അവർ തമ്മിൽ ഉണ്ടായ വാക്ക് തർക്കം, ഞാനിവിടെ മാറിയിരിക്കുകയായിരുന്നു, ഞാൻ ഒച്ചുണ്ടാക്കിയതല്ല. നിങ്ങളിവിടെ കേട്ട ആ ഒരു വാക്ക് തർക്കം വാസ് ബിറ്റ്വീൻ അഡ്വക്കേറ്റ് ആൻഡ് ഓഫീസേഴ്സ് ആയിട്ടുണ്ടായിരുന്നതാണ്. അവർ ഓഫീസേഴ്സിൻ്റെ ഭാഗത്തൊരു മിസ്ബിഹേവിങ് ഉണ്ടായി. ഒരാൾ ഗെറ്റ് ഔട്ട് പറഞ്ഞു. ആ ഗെറ്റ് ഔട്ട് പറഞ്ഞത് അത് ഓഫീസിൽ നമ്മളൊരു ഓഫീസറാകുമ്പോൾ അവർക്ക് ഒരു ഇതാവില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഇതാണ്. അതിനുശേഷം അവിടെ പോയി ഇതെല്ലാം ക്ലാരിഫൈ ചെയ്തപ്പോൾ വണ്ടി തിരിച്ച് അവർ തന്നു അല്ലേ? ഇപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒറിജിനൽ. ഇപ്പോൾ എൻ്റെ കെയർ ഓഫിൽ ഇവിടെ കിടന്ന വാഹനങ്ങളുടെ എല്ലാം ഡോക്യുമെൻറ്റ്സ് അവിടെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഒന്ന് എൻ്റെ വാഹനത്തിൻ്റെ ഒറിജിനൽ, പിന്നെ 1999 1999 രജിസ്റ്റർ ചെയ്തതിൻ്റെ എന്തെങ്കിലും കൂടി ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ അവർ വിവരാവകാശ കമ്മീഷൻ ചോദിച്ചാൽ അല്ലെങ്കിൽ അവിടുത്തെ RT ഓഫീസിൽ നിന്ന് റിട്ടേൺ ആയിട്ട് വാങ്ങിച്ച് ഇവിടെ കൊടുക്കണം. അതെല്ലാം അമിത്തിന് തന്നെ ചെയ്യേണ്ടി വരുന്നതാണ്. ഇത് അതാത് ഓണേഴ്സ് ചെയ്യണം. ഇത് എൻ്റെ വാഹനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ ഓടും, ഇവിടെ കിടക്കുന്ന ബാക്കി വാഹനങ്ങൾക്കെല്ലാം ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇനി എല്ലാവരും ഓടും. ആ ഒപ്പിച്ച് കൊണ്ടുവന്ന സാധനമായിട്ട് നമ്മൾ ചെല്ലുക, വണ്ടി എടുക്കുക. അപ്പോൾ വീണ്ടും ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആദ്യം യെസ്, തീർച്ചയായിട്ടും അദ്ദേഹം വ്യക്തത വരുത്തി എന്താണ് ഇന്നലെ സംഭവിച്ചത്. അത് വണ്ടി തൻ്റെ പേരിലുള്ള തന്നെ ഉള്ള വണ്ടിയാണ്, അതിൻ്റെ ആരാണ് ഇതിന് മുൻപത്തെ ഉടമകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ കസ്റ്റംസിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ രേഖകൾ ഇനിയും കസ്റ്റംസിന് മുമ്പാകെ ഹാജരാക്കാൻ തയ്യാറുമാണ്, അതിന് അദ്ദേഹം റെഡിയുമാണ് എന്നാണ് ഇപ്പോൾ കൈരളി ന്യൂസുമായി പങ്കുവച്ചിരിക്കുന്നത്.